ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് സേമിയ കൊണ്ടുള്ളൊരു പായസമാണ്. മരണ വീടുകളിലൊക്കെ ഉണ്ടാക്കാറുള്ളൊരു പായസമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇനി പായസം തയ്യാറാക്കാനായിട്ടുള്ള പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യല്ല, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 6 ഏലക്ക എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണെങ്കിലും ചുടുവെള്ളമാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം പാലൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്ക് കുറച്ച് സേമിയ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യിട്ട് കൊടുത്തതിന് ശേഷം സേമിയ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. സേമിയയുടെ കളറൊന്ന് മാറി വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കളറ് മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്, അതുകൊണ്ട് പഞ്ചസാര ഇത്രയും മതിയാവും. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാലെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സേമിയ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റവ വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റവയും കൂടെ ഇട്ടതിന് ശേഷം കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറും തോറും ഇത് കട്ടിയായിട്ടാണ് വരിക. റവ ഇട്ട് കൊടുത്തതുകൊണ്ട് നമുക്കൊരു കട്ടിയിലാണ്, കുറച്ചുകൂടെ കട്ടിയായിട്ടാണ് കിട്ടുക. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും അറിയാത്തവർക്കായിട്ടാണ് വീഡിയോ ചെയ്തത്. പിന്നെ ഇനിയൊന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടായാൽ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സേമിയ പായസം ഉണ്ടാക്കാറുള്ളത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്